കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജ ലോട്ടറി ടിക്കറ്റ് കാണിച്ച് വിൽപ്പനക്കാരിയെ കബളിപ്പിച്ചതായി പരാതി. പുനലൂർ മാത്ര സ്വദേശിയായ സുജാതയാണ് ഇന്ന് രാവിലെ ആയൂരിൽ വെച്ച് കബളിപ്പിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ കൈ കാണിച്ചെടുക്ക ഒറ്റ കാറോ ഒരു സ്കൂട്ടിയോ ഒന്നും നിർത്തിയില്ല, ഒരു ഓട്ടോ പോലും നിർത്തിയില്ല. അവര് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് 5000 രൂപ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. ആയൂർ ജവഹർ സ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജനെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ബൈക്കിലെത്തിയ ആൾ ലോട്ടറി മാറാനുണ്ടെന്ന് പറഞ്ഞ സുജാതയെ സമീപിച്ചു. 5000 രൂപയുടെ സമ്മാനം അടിച്ചെന്ന് പറഞ്ഞ ലോട്ടറി ടിക്കറ്റ് കാണിക്കുകയും സുജാത ഫോണിൽ നോക്കി സമ്മാനം അടിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നാൽ അത് വ്യാജമായി ഉണ്ടാക്കിയ ടിക്കറ്റായിരുന്നു. ഇയാൾ ടിക്കറ്റ് തിരികെ വാങ്ങിക്കുകയും ലോട്ടറി സമ്മാനമായ 5000 രൂപ പണമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തൻ്റെ കൈവശം 2500 രൂപ മാത്രമേ ഉള്ളൂ എന്ന് സുജാത പറഞ്ഞു. ഇതോടെ 2500 രൂപയുടെ ടിക്കറ്റും പണമായി 2500 രൂപയും തരാനായി ഇയാൾ സുജാതയോട് ആവശ്യപ്പെട്ടു. സുജാത 2500 രൂപ നൽകാമെന്ന് പറഞ്ഞതോടെ പോക്കറ്റിൽ കരുതിയ മറ്റൊരു വ്യാജ ലോട്ടറി ടിക്കറ്റാണ് സുജാതയ്ക്ക് കൈമാറിയത്. ഞാൻ സാറേ ടിക്കറ്റ് വേണം, ആ ഒരെണ്ണം തരാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം കൊടുത്ത് എനിക്ക് 50 രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് അടിച്ചു നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 5000 രൂപ പ്രൈസ് ഉണ്ട്. ഇതെന്നാ ഒരു കാര്യം ചേച്ചിയുടെ എത്ര രൂപ ഉണ്ട്? ഞാൻ പറഞ്ഞു പൈസ തരുമോയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയപ്പോൾ 2500 രൂപ ഉണ്ട്. 2700 രൂപയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. 2500 രൂപ ടിക്കറ്റ് താ ചേച്ചി. എന്നിട്ട് 2000 രൂപ ചേച്ചി ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ പറയാം 2000 രൂപ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. വഴിയോര കച്ചവടം നടത്തി ജീവിക്കുന്ന സുജാത ആയൂർ മേഖലയിലാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ലോട്ടറി കച്ചവടം നടത്തുന്നത്. കാക്കി പാൻറ് ധരിച്ച ആൾ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇയാൾ അഞ്ചൽ മേഖലയിലേക്കാണ് ബൈക്ക് ഓടിച്ചു പോയതെന്ന് സുജാത പറഞ്ഞു. സംഭവത്തിൽ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.